രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ചീരുവിന്റെ വയറ്റിൽ വളരുന്നത് പെൺകുഞ്ഞാണെന്ന് ഒരുറപ്പും വിനയനില്ല. ഡോക്ടർ എവിടെയും തൊടാതെ പറഞ്ഞതിലെ ഊഹം വെച്ചാ അവൻ ബാക്കിയുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത്. അത് അനുവദിച്ചു കൊടുത്തുകൂടാ. അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. തൽക്കാലം അവനെ അടക്കി നിർത്താൻ ഇതേ വഴിയുള്ളൂ. ചീരു പ്രസവിക്കട്ടെ. അത് ആൺകുഞ്ഞാണെങ്കിൽ വിനയന്റെ നമ്മുടെയും ഭാഗ്യമായിട്ട് കരുതാം. പെൺകുഞ്ഞാണെങ്കിൽ നമ്മൾ അനുഭവിക്കുക തന്നെ. ഏട്ടാ, ജോത്സ്യര് പറഞ്ഞപ്പോ ഞാനും വല്ലാതെ പ്രതീക്ഷിച്ചു. ഏട്ടൻ കാശ് കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതായിരുന്നെങ്കിൽ ആ കാര്യം എന്നോടിപ്പോ പറയണ്ടായിരുന്നു. കള്ളം പറയണമെന്നൊന്നും ഞാൻ ജ്യോത്സ്യരോട് ആവശ്യപ്പെട്ടില്ല ലതികെ. അപ്രിയ സത്യങ്ങൾ പറയരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. ആ ലതികെ, സത്യം പറഞ്ഞ ജ്യോത്സ്യര് പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് എനിക്ക് പോലും ഇപ്പൊ അറിയില്ല. ചിലപ്പോ രാശി തെളിഞ്ഞു തന്നെ ആയിരിക്കും അദ്ദേഹം പ്രവചിച്ചത്. നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ ലതികെ. അങ്ങനെയായ മതിയായിരുന്നു ദൈവമേ. എന്തായാലും അദ്ദേഹം കുറിച്ചു തന്ന പ്രായശ്ചിത്തങ്ങളൊക്കെ ഞാൻ ചെയ്യും. സാഹചര്യം നോക്കി ഏട്ടൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാനും കൂടി ശ്രമിക്കണം. വേണ്ട ലതികെ, ഇപ്പൊ ഒരു സമാധാനമുണ്ട്. വിനയനെ പോലെ നമുക്കും ജ്യോത്സ്യം പറഞ്ഞത് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകാം. ബാക്കിയൊക്കെ ദൈവഹിതം പോലെ വരട്ടെ. ആരോ വന്നെന്ന് തോന്നുന്നു. അല്ല, നീ പോവാൻ റെഡിയാവാണോ? ബില്ലൊക്കെ റെഡിയായോ അനു? ഏയ് ഇല്ല, റെഡിയാവുമ്പോ സിസ്റ്റർ കൊണ്ടുവരാന്നാ പറഞ്ഞു. ആണോ? ആ, ഞങ്ങള് ജോൽസിനെ പോയി കണ്ടു കേട്ടോ. ചീരു ഇന്ന് വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് അമ്മയും മാവനും നേരെ അങ്ങടേക്ക് പോയി. അവിടെയെല്ലാം ഒരുക്കി വെക്കണല്ലോ. ചേരു അവിടെ നിന്നല്ലേ വിനയ ഇങ്ങോട്ട് വന്നത്, പിന്നെന്താ ഇത്ര ഒരുക്കാൻ? അല്ല, നമ്മള് ചീരൂരും കൂട്ടി വീട്ടിലോട്ട് പോകുമ്പോഴേ അവിടെ ആരെങ്കിലും ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് കൂടിയാ അവരിങ്ങോട്ട് വരാതിരുന്നത്. ഞാൻ അവര് വരാത്തോണ്ട് ചോദിച്ചല്ല വിനയ. അവിടെ എല്ലാം ഒരുക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ജോത്സ്യർ എന്തെങ്കിലും ഒരുക്കി വെക്കാൻ പറഞ്ഞതായിരിക്കുമെന്ന്. ഹേയ്, ജോത്സ്യർ വീടിനെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ ഒന്നും ചെയ്യാനില്ല, നല്ല ഐശ്വര്യമുള്ള വീട് തന്നെയാണെന്നാ പറഞ്ഞത്. ഐശ്വര്യക്കേട് അവിടെ വന്നു കയറിയവൾക്കാണോ? എങ്കിൽ പറയാൻ മടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാതിരുന്നോളാം. അയ്യോ, നീ എന്താ ചീരു ഇങ്ങനെയൊക്കെ പറയുന്നത്? സമയദോഷവും സ്വഭാവദൂഷവും ഒക്കെ എനിക്കായിരുന്നല്ലോ. സത്യം പറഞ്ഞ എന്റെ ഗ്രഹനിലയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാനാ അമ്മയും മാമനും കൂടി എന്നെ ജോത്സ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. സംഭവം സത്യ. 4-5 മാസത്തേക്ക് കൂടി എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ട്. അല കടല് നീന്തിക്കടന്നു, ഇനി കര തൊടണമെന്നാ ജോത്സ്യർ പറഞ്ഞത്. പിന്നെ രക്ഷപ്പെട്ടു. നീ 3ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ചേരുവത്രേ. ആ അനു, പിന്നെ ആ ജോത്സ്യനെ ഞാൻ വിശ്വസിക്കാൻ വേറൊരു കാരണം കൂടി. എനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞാണെന്ന് അങ്ങേര് കൃത്യമായിട്ട് പ്രവചിച്ചു. ജോത്സ്യത്തിൽ കുറെയൊക്കെ സത്യമുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതിന് ജോത്സ്യരുടെ പ്രവചനം കൃത്യമാണോ എന്ന് ഞാൻ പ്രസവിച്ചാലല്ലേ അറിയാൻ പറ്റൂ. എനിക്ക് ആ കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് ചിരു. എന്തുറപ്പ്?
ഡോക്ടർ നിങ്ങളോട് പറഞ്ഞോ എനിക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണെന്ന്? ഇല്ല, ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അവരതൊന്നും വിട്ടു പറയില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പെൺകുഞ്ഞാണെന്നുള്ള സൂചനയും നൽകി. അതല്ലേ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾ എല്ലാവരിലും കൂടെ സമ്മർദ്ദം ചെലുത്തിയത്? അയ്യോ ചിരു, നീ ഇത് എന്തൊക്കെയായി പറയുന്നത്? സത്യമായും നിന്റെ ജീവൻ അപകടത്തിലാവുമെന്ന് തോന്നിയോണ്ട് മാത്രം കുഞ്ഞിനെ വേണ്ട, നിന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് ഡോക്ടർ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊന്നും എതിർത്തില്ലല്ലോ. എതിർത്തോ അനു? എതിർത്തോ? എതിർത്തില്ലെങ്കിലും വിനയന്റെ മുഖത്ത് നല്ല നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ജോത്സ്യൻ ആൺകുട്ടിയായിരിക്കും എന്ന് പറഞ്ഞപ്പോ വിനയൻ ആകെ മാറി ഭയങ്കര ഹാപ്പിയായി. സത്യമല്ലേ? അത് പിന്നെ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടാൻ പോകുന്നു എന്നറിയുമ്പോ ആർക്കായാലും ഒരു സന്തോഷം ഉണ്ടാവില്ല അനു. എനിക്കൊന്നും മനസ്സിൽ അടക്കി വെക്കാൻ അറിയില്ല. ഉള്ളിലുള്ളത് മുഖത്ത് കാണും. പക്ഷേ ഇപ്പൊ എനിക്ക് ദൈവം തരുന്നതെന്തും രണ്ട് കൈ നീട്ടി വാങ്ങാനുള്ള മനസ്സുണ്ട് ചിരു. അതുകൊണ്ട് എന്നെ നീ വേറൊരു തരത്തിലും സംശയിക്കല്ലേ പ്ലീസ്. ചീരവും ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞല്ല വിനയ. അവളും മനസ്സിലുള്ളത് തുറന്നടിക്കുന്ന സ്വഭാവക്കാരിയാന്ന് നിനക്കറിയാലോ. എന്തായാലും ചീരുവിന് കുറച്ച് ദിവസത്തേക്ക് ബെഡ് റെസ്റ്റ് തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ വിനയന് കൂടുതൽ ശ്രദ്ധ വേണം. അതുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയില്ല ഞങ്ങൾ വീണ്ടും ചീരുവിനെ അങ്ങോട്ട് അയക്കുന്നത്. എനിക്കറിയാനു, ഇനി ഡെലിവറിക്കല്ലാതെ ചീരു ഹോസ്പിറ്റലിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അത് ഞാൻ നോക്കിക്കോളാം. അത് മതി. എന്നാ പിന്നെ ഞാനേ ബില്ലിന്റെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് നോക്കിയിട്ട് വരാം. അതൊക്കെ അച്ഛൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് വിനയ. നീ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ. ചിരുവിനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. അല്ല അതെങ്ങനെ? പേടിക്കണ്ട, ഞാൻ അങ്ങോട്ട് തന്നെ വരും. ധൈര്യമായിട്ട് പോയിക്കോ. ശരി, എന്നാ പിന്നെ ഞാനങ്ങ് പോയിക്കോട്ടെ. വേറെ എന്തെങ്കിലും? ശരി. നീ പറഞ്ഞതുപോലെ വിനയനെ പിടികിട്ടാൻ കുറച്ച് പാടാ. എനിക്ക് ജനിക്കുന്നത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ എനിക്കൂടെ ജീവിച്ചു പോ. ആ ഒരു പ്രതീക്ഷയിലേച്ച് ഞാനിപ്പോ. വേറെ വഴിയില്ലല്ലോ.